ഹായ് ഓൾ, എൻ്റെ പേര് മുഹമ്മദ് ജമാൻ. ഞാൻ 2023 ബ്രില്യനിലുണ്ടായിരുന്നു. കറൻ്റ്ലി 2K24 ഞാനിപ്പോൾ GMC ആന്ധ്രാപ്രദേശിൽ GMC അനന്തപുരത്ത് ഞാൻ പഠിക്കുന്നു. അവിടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറയാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ബ്രില്യൻറ്റിൽ ഒരു നീറ്റ് ആസ്പിറൻറ്റിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്, ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ നീറ്റ് ആസ്പിറൻറ്റ് എങ്ങനെയാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഇവിടെ 2023 ജൂണിലാണ് ഞാൻ ബ്രില്യനിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമുക്കൊരു സറൗണ്ടിങ്സ് ഒന്ന് അഡ്ജസ്റ്റ് ആവാനും, ഒരു ഫസ്റ്റ് 1 വീക്ക് സറൗണ്ടിങ്സ് ഒന്ന് അഡ്ജസ്റ്റ് ആവാനുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ ദിവസങ്ങൾ ഇച്ചിരി വ്യത്യസ്തമായിരുന്നു. ബിക്കോസ് അപ്പോൾ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ട്രാക്കിലോട്ട് നമ്മൾ കയറിയിട്ടില്ല. നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഇവിടുത്തെ മെറ്റീരിയൽസ് മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ സറൗണ്ടിങ്സുമായിട്ട് അഡ്ജസ്റ്റ് ആവുക, ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുക, ഒന്ന് കംഫർട്ടബിൾ ആവുക എന്നുള്ളതായിരുന്നു ഇനീഷ്യൽ ആ ഒരു 7 to 14 ഡേയ്സിൽ ഉണ്ടായിരുന്ന സമയം. സോ ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടി, ഇവിടുത്തെ പല സ്റ്റഡി മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ബുക്ക്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ആ ടൈമിൽ ബേസിക്കലി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 7 ഡേയ്സ് നമുക്ക് ഭയങ്കര ഒരു ലീഷറായിട്ട് അങ്ങ് പോയൊരു ടൈമാണ്. സോ രാവിലെ ക്ലാസ്സിന് പോകുന്നു. നമ്മൾ രാവിലെ എണീക്കുന്നൊരു 6 o'clock അല്ലെങ്കിൽ 5 o'clock ടൈമിൽ നമ്മൾ എണീറ്റതിന് ശേഷം നമ്മൾ ഇച്ചിരി പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ഞങ്ങൾ 7:30 ബാച്ചായിരുന്നു. ഞാൻ 7:30 ആയപ്പോഴത്തേക്ക് ക്ലാസ്സിന് പോകുന്നു. അപ്പോൾ നമുക്ക് അവിടുത്തെ 1 hour ക്ലാസ്സുകളായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. 1 hour ക്ലാസ്സുകൾക്ക് ഇടയ്ക്ക് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ബ്രേക്കും തരുമായിരുന്നു. ഫൈനലി 1 o'clock നമുക്ക് ലഞ്ചിന് പോകുന്നു. ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ ആഫ്റ്റർനൂൺ ക്ലാസ് കാണാം. ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്ത ദിവസങ്ങളിൽ ഒന്നെങ്കിൽ റൂമിൽ നിന്ന് പഠിക്കുകയോ ഇല്ലെങ്കിൽ റെഫറൻസിന് പോവുകയോ, നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് എന്നാണോ താല്പര്യം അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. ചിലപ്പോൾ റൂമിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും കുറേ കൂടെ കംഫർട്ടബിൾ. അങ്ങനെയുള്ളവർക്ക്, ചിലവർക്ക് റെഫറൻസിനായിരുന്നു. ഞാൻ മോസ്റ്റ്ലി റൂമിലായിരുന്നു ഞാൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റൂമിലിരുന്ന് എന്തെങ്കിലും ഡൗട്ടുള്ള സബ്ജക്ട്സ് നോക്കുകയോ, ബ്രില്യൻറ്റിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആപ്പ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇല്ലെങ്കിൽ ആ പഠിപ്പിച്ച ടോപ്പിക്ക് ഒന്നുകൂടെ എന്തെങ്കിലും ഡൗട്ടുള്ള ടോപ്പിക്കുകൾ മനസ്സിലാക്കുമോ. കാരണം ആ സമയത്ത് ടോപ്പിക്ക് ലോഡ് അത് കുറവായിരുന്നു. പിന്നീട് വന്നപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ സംഭവങ്ങളൊന്ന് സ്പീഡിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ടോപ്പിക്സിൻ്റെ എണ്ണം പ്രൊഫസേഴ്സ് വന്ന് എടുക്കുന്നത് പെർ ഡേ. ഇപ്പോൾ ഫിസിക്സ് ചിലപ്പോൾ 2 ടോപ്പിക്കോ, അല്ലെങ്കിൽ ബയോളജി 2 ടോപ്പിക്കോ, ചിലപ്പോൾ പെർ ഡേ നമുക്കൊരു 5 ടോപ്പിക്സോളം നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പഠിപ്പിച്ച ടോപ്പിക്കുകൾ പഠിക്കാനാണ് മോസ്റ്റ്ലി നോക്കിക്കൊണ്ടിരുന്നത്. അന്നന്ന് പഠിപ്പിക്കുന്ന സാധനങ്ങൾ മാക്സിമം കവർ ചെയ്യാനായിരുന്നു ഉദ്ദേശം. ബട്ട് പിന്നീട് വീക്ക്ലി എക്സാമും കൂടെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമുക്ക് മിക്സഡ് ടോപ്പിക്സ് വന്നു തുടങ്ങി. അതായത് ഇപ്പോൾ ഒരു പഠിപ്പിക്കുന്ന ടോപ്പിക് ആയിരിക്കില്ല, അത് ഫ്രഷ് ടോപ്പിക് ആയിരിക്കും, വേറെ ടോപ്പിക് ആയിരിക്കും നമുക്ക് എക്സാം വരിക. അപ്പോൾ കൂടുതൽ ടൈം പക്ഷേ പെർ ഡേ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ ടോപ്പിക്ക് കവർ ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് നമ്മുടെ വീക്ക്ലി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രെപ്പായിരുന്നു മോസ്റ്റ്ലി ചെയ്തുകൊണ്ടിരുന്നത്. വീക്ക്ലി എക്സാമിന് വേണ്ടിയിട്ട് ഏകദേശം 2 hours 2 to 3 hours സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ പെർ ഡേ ഒരു 7 to 7.5 അല്ലെങ്കിൽ 8 hours സ്ലീപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരു ഫുൾ ഡേ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തോളം എനർജി വേണമെന്നുള്ള കാര്യം ഒരു നീറ്റ് ആസ്പിറൻറ്റിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ റെസ്റ്റഡ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ 7 hours റെസ്റ്റ് വാസ് വെരി കമ്പൽസറി റിഗാർഡിങ് മീ. എനിക്ക് എത്രത്തോളം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് കവർ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച പോർഷൻസ് ഞാൻ കവർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും 7 മണിക്കൂർ ഉറക്കം കിട്ടാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് key points that have helped me achieve the NEET in 2024 actually. If I hadn't got enough sleep in that time, maybe I would have gone mentally insane first of all. പിന്നെ അതിനുശേഷം ചിലപ്പോൾ നീറ്റും കിട്ടില്ലായിരിക്കാം. അപ്പോൾ ഉറക്കം എപ്പോഴും നമ്മളധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെ വന്നാലും 7 hours ബാക്കി വെച്ചിട്ട് മാത്രം 24 hours 7 hours വെച്ച് ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ചിലപ്പോൾ ഒരു 1/2 hour to 1 hour ആയിരിക്കും സ്പെൻഡ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. ടോട്ടൽ മേ ബി ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ആയിരിക്കും പഠിക്കുക കണ്ടിന്യൂസ്ലി. അതിനുശേഷം ചിലപ്പോൾ ഒരു ഫ്ലോ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷമായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ, പിന്നെ നമ്മുടെ കുളി, നമ്മുടെ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ടൈമാണ്. കാരണം നമ്മൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നീറ്റ് നേടിയെടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നതാണ്. ബട്ട് അതിനും ഒരുപാട് തുല്യ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ക്ലാസ്സിൽ നല്ലോണം ശ്രദ്ധിക്കുക. ക്ലാസ്സിലിരുന്നിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. നോട്ട്സ് ഉണ്ടാക്കിയത് നോട്ട്സ് പിന്നീട് ഹൈലൈറ്റ് ചെയ്യുകയോ കൺസൈസ് ആക്കുകയോ ഫോർമുലാസ് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഫർദർ വന്നിട്ട്
പിന്നീടുള്ള ദിവസങ്ങളിൽ മിക്സ്ഡ് ടോപ്പിക്സ് ആണെങ്കിൽ ആ മിക്സ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പസിൽ പോയിട്ട് പ്രൊഫസേഴ്സിനോട് ചോദിക്കുന്നു. ഇല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ടൈമുകളിൽ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമുകളിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു ചിലപ്പോൾ ഡൗൺ ആവുന്ന സമയങ്ങളിൽ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ഫാമിലിനോടോ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ആഴ്ചയിൽ ഇത്ര 1 hour വെച്ചിട്ട് 3-4 ദിവസം നമുക്ക് ഫോൺ വിളിക്കാൻ കിട്ടുന്നുണ്ട്. ആ ടൈമിൽ വീട്ടുകാരെ വിളിക്കുന്നു, വീട്ടുകാരുടെ കാര്യങ്ങൾ പറയുന്നു, നമ്മുടെ ഹോസ്റ്റൽ വാർഡൻസിനോട് കാര്യം പറയുന്നു, നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് പറയുന്നു. ഇൻഫാക്ട് നമ്മുടെ ഡയറക്ടേഴ്സും നമ്മുടെ കോർഡിനേറ്റേഴ്സും വരെ നമ്മുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ബാക്കി നോക്കുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില ടോപ്പിക്കുകൾ അൺകവേർഡ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മളതിനെ ലെഫ്റ്റ് ടോപ്പിക് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ ചാടിയത് ഇടയ്ക്ക് ഒരെണ്ണം ബാക്കി വന്നു എന്നുള്ളത്. അപ്പോൾ അതും പക്ഷേ ഇടയ്ക്കുള്ള വെക്കേഷൻ സമയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ 10 ദിവസം ഇതൊക്കെ കിട്ടുന്ന ടൈമുകളാണ്. ആ ടൈമുകളിലൊക്കെ നമ്മൾ ഈ അൺകവേർഡ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അവിടെ സ്പെൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും സ്പെഷ്യലായിട്ട് നമ്മൾ നോർമലി എഴുതുന്ന വീക്ക്ലി എക്സാമുകളിൽ നിന്ന് കുറേ കൂടെ ആളുകളുള്ള ഒരു പരീക്ഷയും കൂടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പരീക്ഷകളും ചില സന്ദർഭങ്ങളിൽ ടഫായിരുന്നു. ബട്ട് ലേണിംഗ് പ്രോസസ്സിൽ അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസംബറൊക്കെ ആയപ്പോഴേക്കാണ് നമുക്ക് കുറേ കൂടെ നമ്മളൊരു സ്പീഡ് പിടിക്കാൻ തുടങ്ങിയത്. ഡിസംബർ ആയപ്പോൾ കാരണം എക്സാംസിൻ്റെ ഒരു ഫ്രീക്വൻസി കൂടുന്നു, എക്സാംസിൻ്റെ ടഫ്നെസ് കൂടുന്നു, ചാപ്റ്റേഴ്സ് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ചാപ്റ്ററുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു ടോട്ടൽ ഒരു ഹോളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2/3 ഫിസിക്സിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കെമിസ്ട്രി ഇല്ലെങ്കിൽ ബയോളജി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നൊരു സബ്ജക്ട്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫാക്ട്സ് മെമ്മറൈസ് ചെയ്യുന്നൊരു പ്രൊസീജിയർ ആയതുകൊണ്ട് അതിന് അത്രയ്ക്ക് അധികം ഡിഫിക്കൽട്ടി ഉണ്ടായില്ല. ബട്ട് ഫിസിക്സിന് കൂടുതലും മനസ്സിലാക്കാനും കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹോൾ സ്റ്റഡി ടൈമിൽ 2/3 ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കപ്പോൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് ടോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലഞ്ച് ബ്രേക്കിൽ തന്നെ നമ്മൾ കുറച്ച് നേരം റിലാക്സ് ആവാൻ നോക്കുന്നു. ഫർദർ എന്നിട്ടൊരു 8 മണിയോടുകൂടി നമ്മുടെ ലഞ്ച് ബ്രേക്ക് അവസാനിക്കുന്നു, ഡിന്നർ അവസാനിക്കുന്നു. പിന്നെ ഫർദർ ചെന്നതിന് ശേഷം നമ്മൾ വീണ്ടും പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അവിടെ തന്നെ വീണ്ടും ഈ കറക്ഷൻസ് ചെയ്യാനുള്ളൊരു ടൈം കൂടെ ആ ഒരു നൈറ്റ് ടൈമിലാണ് പർട്ടിക്കുലർ ചെയ്തുകൊണ്ടിരുന്നത്. വീക്കിലി എക്സാം ഉണ്ടായിരുന്നെങ്കിൽ വീക്കിലി എക്സാമിൻ്റെ കറക്ഷൻസ് ചെയ്യുന്നു. മോഡലുകളോട് അടുത്തപ്പോൾ അത് ചെയ്യാൻ നോക്കി. അപ്പോൾ ജനുവരി തൊട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഓരോ ടോപ്പിക്കും പെർ ഡേ അപ്പോൾ ലിമിറ്റഡ് യൂണിറ്റ് വൈസാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തിലുള്ള ടൈം ഫുള്ള് ഒരു 14 hours സ്പെൻഡ് ചെയ്യാന്നുള്ള മൈൻഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. 7 hours സ്ലീപ്പിനും 14 hours, ഇപ്പോൾ 21 hours റെസ്റ്റ്, 3 hours നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ കുളിക്കാനും ഒരു ബ്രേക്ക് എടുക്കാനുമായിട്ടൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പം 14 hours നമ്മൾ ഈ ഏതാണ്ട് ടോപ്പിക്കുകളുടെ എണ്ണവും ഇമ്പോർട്ടൻസും അനുസരിച്ചാണ്. യൂണിറ്റ് വൈസ് വരുമ്പോൾ കുറച്ച് ടോപ്പിക്കുകളെ കാണലുണ്ടായി. അപ്പോൾ അത് ഏകദേശം ഈക്വലി തന്നെയായിരുന്നു സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഫർദർ യൂണിറ്റ്സ് മിക്സ് ആയപ്പോഴത്തേക്കും എനിക്ക് പൊതുവെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഫിസിക്സ് ആയതുകൊണ്ട് കൂടി ഞാൻ മോസ്റ്റ് ടൈം ഫിസിക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഫിസിക്സിന് അത്രയും ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഫിസിക്സിനുള്ളൊരു പേടിയും ഇതും മാറി കിട്ടിയത്. ഫൈനലി പ്രോപ്പർ നീറ്റ് മോക്ക് തുടങ്ങിയ ആ ഒരു സമയത്ത് കൂടുതൽ ചെയ്തതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുന്നതിലും ബെറ്റർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 14 hours ഉണ്ടെങ്കിൽ 14 hours ഓൾമോസ്റ്റ് 10 to 12 hours ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് ബ്രില്യൻറ്റിൽ തന്നെ നമുക്ക് ഓൺലൈൻ എക്സാംസ് ആയിരുന്നാലും നമ്മൾ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നാലും ബ്രില്യൻറ്റിൽ തന്നെ നമ്മൾ വീക്ക്ലികളിലും അല്ലെങ്കിൽ ഫർദർ പഴയ മോക്കുകളിലും നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത് സോൾവ് ചെയ്യലായിരുന്നു മോസ്റ്റ്ലി ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ടൈമിൽ ബാക്കി ഒരു 3 hours സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസിലെ തെറ്റ് കണ്ടുപിടിക്കാനും ആ മനസ്സിലാവാത്ത ടോപ്പിക് ഒന്ന് റിഫ്രഷ് ചെയ്യാനും. അപ്പോൾ ഒരു ബുക്ക് എപ്പോഴും കീപ്പ് ചെയ്തിരുന്നു. ബുക്ക് കീപ്പ് ചെയ്തിരുന്നത് വെച്ചാൽ നമ്മുടെ കറക്ഷൻ ബുക്ക് എന്നാണ് നമ്മളതിന് വിളിച്ചുകൊണ്ടിരുന്നത്. 3 സബ്ജക്റ്റിന് ഒരു ബുക്ക് വെച്ച് കീപ്പ് ചെയ്തിട്ടുണ്ടായി. അത് ആക്ച്വലി മോക്കിൻ്റെ ടൈം തുടങ്ങിയപ്പോൾ തൊട്ടാണ് അത് വെച്ച് തുടങ്ങിയത്. അപ്പോൾ അതിലെ സംഭവങ്ങളൊന്നും മറിച്ച് നോക്കാൻ, തെറ്റിച്ച സാധനങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് എടുത്തൊന്ന് മറിച്ച് നോക്കലുണ്ടായിരുന്നു. പിന്നെ വേറെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് റഫ്ലി ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജസ് ഫ്ലിപ്പ് ചെയ്ത് പോലുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവസാനം ചെയ്തത്. പിന്നെ നീറ്റ് എത്രത്തോളം അടുത്തോ അത്രത്തോളം ഞാൻ എൻ്റെ ബാക്കി ആസ്പെക്ട്സിനും കൂടുതൽ ഹെൽത്ത് പ്ലസ് ഉറക്കം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ഓവറോൾ ഒരു ഹാപ്പി ആയിട്ടിരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യായിരുന്നു ഉണ്ടായത്. അതിൻ്റെ പഠിപ്പിൻ്റെ ആസ്പെക്ട്സിനെക്കാട്ടിലും ഞാൻ ഒരു 1 month എത്തിയപ്പോഴത്തേക്കും കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിലാണ്. കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിക്കുക, ആരോഗ്യകരമായിട്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തത്.
അത് വളരെ അത്യാവശ്യമായൊരു കാര്യം കൂടാണ്. കാരണം നമ്മുടെ ഡയറക്ടേഴ്സ് വരെ അവർ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ കൂടുതൽ നല്ലോണം ബോഡിയും മൈൻഡും റെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം. പിന്നെ നീറ്റിന് ഏകദേശം 2 ദിവസം ഉള്ളപ്പോഴാണ് ഞാൻ ബ്രില്യൻറ്റിൽ നിന്ന് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് പോയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും 2 മോക്ക് ടെസ്റ്റും കൂടെ ഞാൻ ഓൺലൈൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അധികം ടെക്സ്റ്റ് ബുക്കും നോക്കാനോ ഇല്ലെങ്കിൽ മറിക്കാനോ അങ്ങനെ പോയിട്ടില്ല. ബട്ട് ജസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഒരു മെൻ്റൽ നോട്ട് കീപ്പ് ചെയ്യുമായിരുന്നു, ഏതാണ് ഡിഫിക്കൽട്ടി ഉള്ള ടോപ്പിക് എന്നുള്ള സെൻസിൽ. അപ്പോൾ അതുകൂടി ഒന്ന് മറിച്ച് നോക്കുമോ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുകയോ, അത്രയും മാത്രമായിരുന്നു. ലാസ്റ്റ് 2 ഡേയ്സിൽ അങ്ങനെ മുമ്പത്തെ പോലെ 14 hours ഒന്നും സ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. മാക്സിമം ചില്ലായിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ഫൈനൽ മെയ് 5-ാം തീയതി 2024 നീറ്റ് പോയി എഴുതിയപ്പോൾ അത്രയും നാളത്തെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും എനിക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷവും ഒരു സമാധാനവും എനിക്കുണ്ടായിരുന്നു. നീറ്റ് ഇവിടെ ഫസ്റ്റ് വന്ന് കയറിയപ്പോൾ അന്ന് കണ്ടാൽ ഞാൻ ചിലപ്പോൾ ഭയന്നിരുന്ന, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, എന്നാൽ പോലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു എനിക്ക് ഉറപ്പാണ് അന്നത്തെ ഒരു സമയത്ത്. ബട്ട് ഫാസ്റ്റ് ഫോർവേഡ് 1 year ലേറ്റർ അത് കണ്ടു, ചെയ്യാൻ പറ്റി, നീറ്റ് കിട്ടി. മെഡിക്കൽ കോളേജിൽ ഞാനിപ്പോൾ പഠിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഒരു 1 year കഴിഞ്ഞു. ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.